ഹായ് ഫ്രണ്ട്സ്, ഷിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബീട്രൂട്ട് മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബീട്രൂട്ട് ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഈ മുറുക്കിന് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ 2 ബീട്രൂട്ട് വരെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു പാത്രത്തിലോട്ട് 1/2 കപ്പ് കടലമാവ് എടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ എള്ള്, ഞാനിവിടെ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീട്രൂട്ട് ജ്യൂസ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമ്മുടെ മാവ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മുറുക്കിൻ്റെ അച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ നമുക്കിത് ഇതുപോലൊരു മുറുക്കിൻ്റെ അച്ചുണ്ടാവും കേട്ടോ. അതിലിട്ട് കൊടുത്തിട്ട് നമുക്കിത് മുറുക്കിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ മുകളിലാണ് ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടുകത്തിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്താലും മതിയാവും. ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം. അതിനുശേഷം മാത്രമേ ഇത് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ എല്ലാ വശവും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മളിത് കടലമാവിൽ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ മുറുക്കിന് ബീട്രൂട്ടിൻ്റെ കളർ അത്രയും കിട്ടാത്തത് കേട്ടോ. അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും. ബാക്കിയുള്ളത് കൂടി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ 2 രീതിയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബീട്രൂട്ട് മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.